ദൈവം നമുക്കേൽപ്പിച്ച ഈ അത്ഭുതഭരിതമായ ലോകം ഇന്ന് മൗനമായി ഒരു വേദന പങ്കുവയ്ക്കുന്നു. ഒരിക്കൽ സുന്ദരമായി പാടിയിരുന്ന കാടുകൾ ഇന്ന് തീയുടെ ശബ്ദത്തിൽ കരയുന്നു. ഒരിക്കൽ ജീവൻ നിറഞ്ഞൊഴുകിയ നദികൾ ഇന്ന് മരിച്ചതുപോലെ മങ്ങിക്കിടക്കുന്നു. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി നമ്മുടെ കൈകളാൽ തന്നെ നശിച്ചു പോകുന്നു. അധികമൊഴുകിയ സമുദ്രങ്ങൾ, മാലിന്യത്തോടെ മുങ്ങുന്ന തീരങ്ങൾ, ഇതെല്ലാം മനുഷ്യന്റെ തെറ്റായ തിരഞ്ഞെടുപ്പുകളുടെ ഫലമാണ്. പക്ഷേ സത്യത്തിൽ ഒരു പ്രത്യാശയുണ്ട്. ഭൂമിയെ നശിപ്പിക്കാൻ ശേഷിയുണ്ടെങ്കിൽ രക്ഷിക്കാനും അതിനെ പുതുക്കാനും ശേഷി മനുഷ്യനുണ്ട്. ദൈവം ആദത്തെയും ഹവ്വായെയും നോക്കി പറഞ്ഞത് ഈ ഭൂമിയെ കാത്തു സൂക്ഷിക്കൂ എന്നാണ്. ആ സ്വരം ഇന്നും നമ്മോട് ആവർത്തിച്ച് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ചെറിയ ശ്രമവും ദൈവത്തിൻ്റെ സൃഷ്ടിയെ ഒതുക്കുന്ന പരിശ്രമമാണ്. ഒരൊറ്റ പ്ലാസ്റ്റിക് കഷ്ണമെങ്കിലും ഒഴിവാക്കുക, ഒരു ചെടി നട്ടുവളർത്തുക, വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കുക, വൈദ്യുതി പാഴാക്കാതെ ഉപയോഗിക്കുക. ഇവ ചെറുതായി തോന്നിച്ചാലും ആകാശത്തിൻ്റെ ഒരു വശം തെളിയിക്കുന്ന ഒരു ശാന്ത പ്രാർത്ഥന പോലെയാണ്. ചിലപ്പോൾ നാം ചോദിക്കുന്നു, ഞാൻ ഒരാൾ നന്നായാൽ ഈ ലോകം മുഴുവൻ നന്നാകുമോ? പക്ഷേ സത്യത്തിൽ ദൈവത്തിൻ്റെ മഹത്തായ പദ്ധതിയിൽ ഒരു മനുഷ്യൻ്റെ ഒരു മാറ്റം പോലും വിലപ്പെട്ടതാണ്. നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഈ ഭൂമിയെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു? ദൈവത്തിൻ്റെ സൃഷ്ടിയെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുന്നു? കാരണം ഭൂമി ഒരു ഗ്രഹം മാത്രമല്ല, ദൈവത്തിൻ്റെ സമ്മാനമാണ്. നമ്മുടെ അമ്മയെപ്പോലെ നമ്മെ താങ്ങി നിർത്തുന്ന ജീവൻ്റെ വിസ്മയം. നമ്മളിൽ തുടങ്ങി ലോകത്തേക്ക് പടരുന്ന ഒരു ചെറിയ പ്രകാശമായി അനന്തമായ പ്രത്യാശയുടെ വഴി